ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ തന്നിരിക്കുന്ന വൺ ബ്ലോക്കുമായിട്ടാണ്. നമുക്ക് ആദ്യം ഈ പോർട്ടലിലോട്ട് കയറാം. നമ്മളപ്പോൾ നമ്മുടെ വൺ ബ്ലോക്കിലോട്ട് എത്തും. ഫസ്റ്റ് നോക്കി ബ്ലോക്ക് പൊട്ടിച്ച് തന്നെ തുടങ്ങും. പൊട്ടിച്ച് 3 ബ്ലോക്ക് കിട്ടി. ആദ്യം തന്നെ ഇത് കുറച്ചൊന്ന് വലുതാക്കി വെച്ചേക്കാം ഐലൻഡ്, ഇല്ലെങ്കിൽ നമ്മൾ അടിയിലോട്ട് വീഴും. ഓക്കെ, ഫസ്റ്റിലത്തെ ചെസ്റ്റ് കുറച്ച് ആപ്പിളും ഇത് മോഡിനെ കുറിച്ചുള്ള ബുക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഡേർട്ട് കളക്ട് ചെയ്യുന്ന സമയമായത്. എനിക്ക് ഇവിടെ ഏതൊക്കെ ലെവൽസ് ഉണ്ടെന്ന് അവിടെ കാണിച്ച്. ഷീപ്പ് നമുക്ക് ഇപ്പോഴും ഇവനെ കൊല്ലണ്ട, ഒരു ഷീർ ഉണ്ടാക്കി ഷീർ ചെയ്യേ. എടാ, എത്ര പേരുണ്ട്? ഇത് ഒരെണ്ണമല്ലേ ഉള്ളു. ഓക്കെ, ആദ്യം നോക്കി ഇവിടെ കുറച്ച് ഉണ്ടാക്കി. ഇവനെ കൊല്ലാൻ പറ്റത്തില്ല. ഓ സോറിയാടാ. ഓക്കെ, അവരുടെ ഓക്കെ, നമ്മൾ ഫസ്റ്റ് ബയോമെത്തി പ്ലെയിൻസ് വുഡ് കിട്ടി തുടങ്ങി. വുഡ് കിട്ടുന്ന ഫോറസ്റ്റിലല്ലേ? ഓക്കെ, വുഡിനും ഫുഡിനും പേടിക്കണ്ട. പോളാ പോളാ, നീ അവനെ കൊണ്ടുപോയി എന്താടി? പേടി എന്റെ ഭാഗത്താ തെറ്റി. ചുമ്മാ ഇന്നവനെ ചൊറിയാൻ ചെന്ന് ഞാന് ഒരു ടീം കൂടെ ഒരു സ്ഥലത്ത് നമുക്ക് അതിൽ കുറച്ച് ഗ്രൈൻഡ് ചെയ്യാം. നീ നിന്റെ ആളും കൂടെ അല്ലടാ കുറച്ച് മുമ്പ് നിന്റെ ചെറുക്കനെ തള്ളിയിട്ടത്. കുറച്ച് ബോക്സ് വെച്ച് നീ താഴെ പോ. ഇവിടെ വെച്ച് ഇവിടെ നിന്ന് നേരെ എല്ലാ സൈഡിലോട്ടും 2 ബ്ലോക്ക് വീതിയായി. ഇതിനകത്ത് ബ്ലോക്ക് റിസോഴ്സ് ഇൻ ചെസ്റ്റ്. ചെസ്റ്റിൽ നമുക്ക് റിസോഴ്സ് വയ്ക്കാൻ പറയുന്നുണ്ട്, വെച്ചേക്ക്. നമുക്കിപ്പോ ഒന്നും ഇപ്പൊ ആവശ്യമില്ല, അപ്പൊ അതെല്ലാം ഔട്ട് ഇരുന്നോട്ട്. ഈ ഫസ്റ്റ് പിഗ്. ഓക്കെ, നമുക്ക് പുതിയൊരു ചെസ്റ്റ് കിട്ടി. അതിൻ്റെ അകത്ത് കുറച്ച് ആപ്പിള്, പൊട്ടാറ്റോ, പംകിൻ സീഡ്, ക്യാരറ്റ്. പിന്നെ നമുക്ക് ഫാം ചെയ്യാൻ പറ്റും. ചെസ്റ്റ് പൊട്ടിക്കുക, എന്നിട്ട് അതിപ്പോ ഒരു ഡബിൾ ചെസ്റ്റ് ആക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നമ്മുടെ കയ്യിലുള്ള സാധനം എല്ലായിടത്തും വെച്ചേക്കാം. നമ്മുടെ കുറച്ചും കൂടെ ഡേർട്ട് കിട്ടി. നമ്മുടെ ഇത് പ്ലാറ്റ്ഫോം ഇച്ചിരി കൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ നിൽക്കാൻ മുമ്പ് ഞാൻ കുറച്ച് ബ്ലോക്ക് മേടിച്ചിട്ട്. ഗീസ് അങ്ങനെ ഇരുന്നപ്പോ എനിക്കൊരു കുഞ്ഞിനൊരു ബേബി ചിക്കനെയും കിട്ടി. പിന്നെ ആണെങ്കിൽ ഒരു പശുവിനെ മഷ്റൂം കോനെയും കിട്ടി. അപ്പൊ നമുക്കിനി ഫുഡ് ഇൻഫിനിറ്റ് ആയിട്ട് ഇവന്റെ ഇത് തന്നെ ഒഴിപ്പിക്കാൻ പറ്റും. കിട്ടിയത് വുഡെല്ലാം മാറ്റിയിട്ട് ഡേർട്ട് എല്ലാം കൂടെ കയ്യിലോട്ട് എടുത്തിട്ട് നമുക്ക് ഡേർട്ട് ഫുള്ള് ഇവിടെ ചുറ്റും ഒരു വഴിയും കൂടെ കൂട്ടാം. എല്ലാം അപ്പൊ 3x3 ഏരിയ കിട്ടും. ഈ വീടല്ലേ കേട്ടോ, നിന്ന് കറങ്ങുന്നതെല്ലാം കൊള്ളാം. എല്ലാ സൈഡ് കൊണ്ട് 3 ബ്ലോക്ക് ആയില്ലേ? ഇതല്ലേ പൊട്ടിക്കണ്ടേ? അല്ലേ, ഇതല്ലേ? അതെ, അത് തന്നെ. ഇത് പൊട്ടിച്ചില്ലെങ്കിൽ ഈ ഗ്രാഫ് എല്ലായിടത്തും സ്പ്രെഡ് ആകും. ഇവിടെ വച്ചിട്ട് ബാക്കിയെല്ലാം ജസ്റ്റ് തലെടുത്ത്. ഇപ്പൊ എല്ലാവർക്കും നിന്ന് കറങ്ങാനായിട്ട് ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിൽ ഗിസേന പുതിയൊരു ചെസ്റ്റ് വന്നിട്ടുണ്ട്. എൻ്റെ കുറച്ച് ബ്രെഡും ഓക്ക് ലോഗ്, പിന്നെ കുറച്ച് ബിർച്ച് ലോഗും സാപ്പിളും. അപ്പൊ നമുക്കിത് വുഡ് കിട്ടും. പിന്നെ ഇവിടെ പുതിയതായിട്ടൊരു കവും കൂടെ സ്പൂൺ ആയിരുന്നു. അതുകൊണ്ട് ഇത് മാത്രമല്ല, മഷറൂം അല്ല, വേറൊരു കവ് ഇരുന്നായിരുന്നു. താഴെ പോയെന്ന് തോന്നുന്നു. അതിനെ വേണമെങ്കിൽ നമുക്ക് വോയിഡിൽ പോയി തപ്പിയാൽ മതി, അവിടെ നിന്ന് കിട്ടിക്കോളും. നമുക്കിനി ചെറുതായിട്ടാണെങ്കിലും ട്രീ നമുക്കിനി പ്ലാൻ ചെയ്യാൻ പറ്റും. ട്രീ
ഇപ്പൊ നമുക്ക് ബേസിക് ടൂൾസ് ഉണ്ടാക്കണം, ഇച്ചിരി കൂടെ മെൻഷൻ ചെയ്തിട്ട് നമുക്ക് ബേസിക് ടൂൾസിലോട്ട്. പക്ഷെ വേണ്ട, എന്നെ ഞാൻ അടിക്കുന്നില്ല, മാറിയിക്കണം ദേഷ്യം പിടിപ്പിക്കാതെ. ഇവിടെ തന്നെ ഇരുന്ന് ഇച്ചിരി നേരം ഞാൻ മൈൻഡ് ചെയ്യാം. പുതിയൊരു ഗോട്ട് ഫോണായി. ഞാൻ ഇവിടെ ഇരുന്ന് ഇച്ചിരി നേരം യുവമാരെല്ലാരും കൂടെ ഇവിടെ നിൽക്കുന്നോണ്ട് എനിക്ക് ബ്ലോക്ക് മൈൻഡ് ചെയ്യാൻ ഭയങ്കര പാട്. കണ്ടോ, നമുക്ക് ഇവര് പകുതി ആൾക്കാർ നമുക്ക് ഇപ്പൊ തന്നെ കൊല്ലേണ്ടി വരും. ഒരു ഫാം ഉണ്ടാക്കാന്ന് വിചാരിച്ച്, പക്ഷെ അതിനുള്ള ഇതാകുന്നതിന് മുമ്പേ അത് നമ്മളെ ഉപദ്രവിച്ചു തുടങ്ങി. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഫാം അങ്ങോട്ട് ഉണ്ടാക്കാം. ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലൗഡ് ചെയ്ത് നിന്നിട്ട് ഒരു 3, 4, 5 ഒരു പോയിട്ട് 6 വഴി പോകും. എന്നിട്ട് അവിടെ ആണെങ്കിൽ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം അങ്ങനെ ഉണ്ടാക്കിയിടാം. ചെറുതായിട്ടൊരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, എല്ലാരും ഇങ്ങോട്ടും വരികയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഞാൻ അവരെ വെട്ടൊന്ന് മനസ്സിലായി കാണും. ഓക്കെ, നമുക്ക് ഇതെല്ലാം ഓക്ക് ഫുള്ള് ബ്ലാങ്ക് ആക്കാം. ബിറ്റും ബ്ലാങ്ക് ആക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, പിന്നെ കുറച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ തന്നെ വെച്ച്. ഉപ്പാണ് ഉണ്ടാക്കി. പണത്തിന്റെ ആവശ്യം വരില്ലേ, മാറിയിക്ക്. എല്ലാരും കൂടി ഇങ്ങോട്ട് വരില്ലേ, കൂട്ടിയിടാനാണെന്ന് മനസ്സിലായി, അതായിരിക്കും. ഇവിടോട്ടൊരു ഡോർട്ട് വെച്ച് അതിന്റെ പേളിൽ. ഓക്കെ, ശരി. ഞാനിതെല്ലാം ഒന്ന് വെച്ചിടുന്നു. ഞാനാണെങ്കിൽ അവിടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ച് ഒരു ഗേറ്റും കൂടെ പിടിപ്പിക്കണം. ഗേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെ, സ്റ്റിക്ക് മതിയല്ലേ ഇനി? ഇരിപ്പുണ്ട്. കുറച്ച് സ്റ്റിക്സ് ഉണ്ടാക്കിയിട്ട് 2 ഫെൻസ് അങ്ങോട്ട് ഉണ്ടാക്കും. അങ്ങോട്ട് ചെല്ലും, അങ്ങോട്ട് ഇല്ലേ, ചെല്ലിൻ്റെ അകത്തോട്ട് കയറും, അകത്തോട്ട് കയറും. ഓ, ഇവൻ മാത്രമേ ബാക്കിയുള്ളൂ ഇനി, മറ്റവന്മാരെല്ലാരും ചത്ത്. ഓ സാഡ്. ഓക്കെ, നമുക്ക് ബാക്കി കിട്ടി എല്ലായിടത്തും മാറ്റാം. എന്നൊക്കെ കുറച്ച് ഇപ്പോൾ ഉള്ള ഇതെല്ലാം അല്ലെങ്കിൽ വേണ്ട. ഞാൻ വിചാരിച്ച് ഞാൻ ഈ രാത്രി മൊത്തം നിന്ന് മൈൻഡ് ചെയ്തിട്ട്. ഓക്കെ കേസ്, മൈൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് നേരമായി കാണത്തില്ല. ഇവിടെ ആണെങ്കിൽ ഒരു ചെത്തി കിട്ടി, കുറച്ച് സീഡ്സും ടോർച്ച് സത്യം ഈ ടോർച്ച് ഇവിടെയൊക്കെ വെക്കാം, അല്ലെങ്കിൽ മോക്സ് സ്പോണാവും. ഇവിടെ ഓർഡർ വരുന്നോട്ടെ. അപ്പൊ ഞാൻ മൈനിങ് പിന്നെയും തുടങ്ങാം. അപ്പൊ ഗൈസ്, സ്പെഷ്യൽ ആയിട്ട് അതിപ്പോ മൈൻഡ് ചെയ്ത് അങ്ങോട്ട് മാറ്റിയുള്ളൂ. 2 മൈൻഡ് ചെയ്തപ്പോ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു, ഇതുവരെ നോക്കിയില്ല. ഓക്കെ, ഗോൾഡൻ ക്യാരറ്റ്, വാട്ടർ മൂവില്, സ്റ്റോണ്. ഓക്കെ, ഗോൾഡൻ ക്യാരറ്റ് കിട്ടും ഇതിൻ്റെ അകത്ത്. ഇച്ചിരി മോഡഡ് വേർഷന് അതിന്റെ ആയിരിക്കും. എന്തെങ്കിലും ആട്ടെ, കുറച്ച് ബോൺമീലും വെള്ളം കിട്ടിയല്ലോ, അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, ഹേബേൽ, വുഡ്, ടോർച്ച്, സ്റ്റോൺ. ഇച്ചിരി കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കുമായിരുന്നു. അതിന് ഒരു പക്കന് ലാവയും കൂടെ വേണം. പറ്റൂല കേസ്, ഇവിടെ ടൂൾസിലാ പറ്റൂല. ഞാനിവിടെ മൈൻഡ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവിടെ ഒരു ബോൺ ബ്ലോക്ക് വന്നു. അത് ഓക്കെ, ബോൺ ബ്ലോക്ക് വന്നു. അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് ടൂൾസ് ക്രാഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച്. ഒരു പിക്കാക്സും ഒരു ആക്സും ഒരു പിക്കാക്സും മാത്രം മതി. ബാക്കി എല്ലായിടത്തും അതിൽ തന്നെ വെച്ചേക്കും. ഇത്രയും ആവശ്യമേ ഉള്ളു. ഞാൻ പിന്നെ എന്റെ മൈനിങ് തുടങ്ങുക.
ശരി, ഞാൻ മൈൻഡ് ചെയ്തോണ്ട് നിൽക്കുവായിരുന്നു. എന്റെ ഇത് പൊട്ടിപ്പോയി. ആക്സ് ആക്സ് പൊട്ടിയത്. ഇനി ഇതൊരു ചെസ്റ്റും കിട്ടി. എൻ്റെ അത് ഒരുപാട് ഫ്ലവേഴ്സ് ആയിരുന്നു. നമുക്ക് എല്ലാം ഒന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ അതിലുള്ള ചെസ്റ്റും ബാരലും എല്ലാം ഉപയോഗിച്ചാൽ പറ്റും. ഇവിടെ 2 ചെസ്റ്റും വെച്ച് ഇവിടെ പിന്നെ ഞാനാണെങ്കിൽ ഇതും ചുറ്റിക്കെട്ടി. എന്തുവാ, ഫെൻസും ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. മൊത്തത്തിലല്ല, ഇച്ചിരി എന്ന് വെച്ചാ ഇല്ലെങ്കിൽ വല്ല മോബ്സും അതിൻ്റെ അകത്ത് സ്പോണായിട്ട് എന്നെ തല്ലിക്കൊല്ലാൻ വരും. ഓക്കെ, ഇതിൻ്റെ അകത്ത് പിന്നെ വെക്കാൻ സ്പേസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ റൂട്ട് ഡാർട്ട്, നോർമൽ ഡാർട്ട്, ഓക്ക്, ബ്രിഡ്ജ്. ഇനി പ്ലാങ്ക്സും സ്റ്റിക്സും എടുത്ത് ഒരു ആക്സ് കൂടെ ഉണ്ടാക്കാം. ആക്സ് പെട്ടെന്ന് കിട്ടി, കാരണം ഇത് ആക്സിന്റെ പണി ഇതിൻ്റെ അത് കൂടുതൽ വേണ്ടേ. ഓക്കെ, ഞാൻ പിന്നെയും മൈനിങ് തുടങ്ങുക. നമ്മുടെ ആവശ്യത്തിന് വുഡെല്ലാം കിട്ടിയിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്ത് ഒരു സാക്കില്ല, 62 63 കണ്ട് ഒരു ചെസ്റ്റിന്ന് കിട്ടിയത്. ഇത് നമുക്കെല്ലാം പ്ലാങ്കിലിട്ട് മാറ്റാം. നോക്കാം, എന്നിട്ടാണെങ്കിൽ ഇവിടെ ഒരു വലിയ പ്ലാറ്റ്ഫോം ഒരെണ്ണം ഉണ്ടാക്കാം. ഓക്കെ 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 6 സാക്ക് സ്ലാബിന്റെ ആവശ്യമൊന്നും വരത്തില്ല. 3 സാക്ക് ഉണ്ടാക്കി വെച്ചേക്കാം. ഓക്കെ, 3 സാക്ക് സ്ലാബ് ഉണ്ടാക്കി, അത് തന്നെ മതി. ബാക്കിയെല്ലാം ഇവിടെ തന്നെ വെച്ചേക്കാം. ഓക്കെ, എന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന് ചുറ്റിനും ഒരു ലെയർ സ്ലാബും കെട്ടാം. എന്നിട്ട് താത്തി കെട്ടിയാൽ മതി, അല്ലെങ്കിൽ വേണ്ട, പൊക്കി തന്നെ കെട്ടാം. താഴെ പൂവല്ലോ ഇത്. ഇല്ല, അതേ നിന്നോണ്ട് പൊട്ടിക്ക്, നോക്കൊന്നും വേണ്ട. ഇപ്പൊ ചത്തേണ് ഞാൻ. അയ്യോ, എന്തായാലും ചീപ്പ് ഇൻവെന്ററി ഉണ്ട്, അതുകൊണ്ട് മേടിക്കണ്ട. ബ്ലോക്കിന്റെ അകത്ത് ഐലൻഡ് ഉണ്ടോ, ഭയങ്കര ചെറുത്. ഓക്കെ, നമ്മള് പിന്നെ സ്പോൺ പോയിന്റിന്റെ അടുത്ത് തന്നെ എത്തി. ഓടിച്ചല്ല, ഇവിടെ ഓടാടുന്ന പോയിട്ട് നമ്മൾ ഇവിടെ 1 പോക്കി പോയി. ഓക്കെ, ഇവിടെ നിന്ന് ഇനി ക്രൗച്ച് ചെയ്ത് തന്നെ പിടിക്കാനേ പറ്റൂ. 3 5 അവിടെ എന്നെ തെള്ളി താഴോട്ടിടരുത്, മനസ്സിലായ? ഇവിടെ ഫുള്ളൊന്ന് ബ്ലോക്ക് വെച്ച് ഇവിടെ കൂട്ട നോക്കുകയാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒരു കുറച്ചങ്ങോട്ട് മാറ്റി ഒരു ചെറിയ ട്രീ ഫാം അങ്ങോട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പൊ നിൽക്കാനും ഓടാനും ഒക്കെ പറ്റുന്ന രീതി ആവശ്യത്തിനുള്ള സ്ഥലമുണ്ട്. ഇവിടുന്ന് 1 2 1 2 1 2 1 2 1 2 ഇത്രയും വന്നിട്ട് ഒരു 2 അടി കൂടെ പോകുന്നു. ഇത്രയും മതി. ഇവിടെ ആണെങ്കിൽ വലിയ 1 2 3 4 5 6 7 ഏഴാമത്തെ ബ്ലോക്കിൽ അങ്ങോട്ട് 1 2 3 4 5 6 7. പിന്നെ ഇവിടെ ഏഴാമത്തെ ബ്ലോക്കിൽ 1 2 4 5 6 7. ഏഴാമത്തെ 1 2 3 4 5 6. ഓക്കെ, എന്നിട്ട് ഇപ്പുറത്തോട്ടും അതേ കൂട്ട് തന്നെ പറഞ്ഞത്. 1 2 3 4 5 6 7. 1 2 3 4 5 6 7. 1 2 3 4 5 6 7. 1 2 3 4 5 6 7. ഓക്കെ, ഇത്രയും വലിയൊരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ആദ്യം വന്ന് ഇതിനകത്ത് ഫുള്ള് നമുക്കൊന്ന് ബ്ലോക്ക് വയ്ക്കണം. ബ്ലോക്ക് ഫുള്ള് വേണ്ട വരത്തില്ല, നമുക്ക് പകുതി പൊട്ടിക്കണം. ഇവിടെ ഫുള്ളൊന്ന് ആദ്യം ബ്ലോക്ക് വയ്ക്കും. ഇവിടെ ഒരു ചെറിയൊരു ട്രീ ഫാം അങ്ങോട്ട് ഉണ്ടാക്കും. എനിക്ക് ഇത്രയും വെക്കണ്ടായിരുന്നു, വെച്ചിട്ട് പിന്നെ പൊട്ടിച്ച് അത്രയും കളഞ്ഞ് വേസ്റ്റ് ചെയ്യണ്ടായിരുന്നു. വെച്ചത് വെച്ച് ഇതെല്ലാം പൊട്ടിക്കാം. അറ്റത്തെ വിട്ടിട്ട് ഇവിടെ പൊട്ടിച്ചാൽ ഇത് വെക്കണം. 1 2 പോക്ക് വിട്ട് ഇവിടെ പൊട്ടിക്കണം. ഒരു ചപ്പത്തിന് വെക്കണം. 2 ഇത് വിട്ടിട്ട് ഇവിടെ വെക്കണം. ഇനി എന്നിട്ട് പിന്നെയും 1 2 വിടണം. എന്നിട്ട് ഇവിടെ വെക്കണം. 2 ഇവിടെ വെക്കണം. ഇവിടോട്ട് വിടണം. 1 2 ഇവിടെ വെക്കണം. 1 2 ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ വെക്കണം. 1 2 ഇവിടെ വെക്കണം. 1 2 ഇവിടെ വെക്കണം. ഓക്കെ, 1 2 ഇവിടെ വെക്കണം. 1 2 ഇവിടെ വെക്കണം. ഓക്കെ, ഇനിയിപ്പം നടുക്കോട്ടുള്ളത് 1 2 ഇത് അവിടെ അല്ലായിരുന്നല്ലോ, ഇവിടെ അല്ലായിരുന്നു കുഴിക്കണ്ടേ. 1 2 ഇവിടെ കുഴിക്കണമായിരുന്നു, അവിടെ അല്ല. അവിടെ വെക്കണം. എന്നിട്ട് 1 2 ഇത് 2 കളഞ്ഞിട്ട് ഇത് പൊട്ടിക്കണം. അവിടെ ആണെങ്കിൽ നോക്കി വെക്കണം. പൊട്ടിച്ചെടുത്ത് 1 2 ഇവിടെ വിട്ട് ഇവിടെ വെക്കണം. ഇവിടെ വരണം ബ്ലോക്ക്. ഇത് അറ്റത്ത് വെക്കണ്ട, അറ്റത്തുനിന്ന് ഇങ്ങോട്ട് കയറ്റി വെക്കാം. ഇവിടെ വരും. ഇവിടെ അടയ്ക്കാം. വീട്ടിട്ട് ഇവിടെ വെക്കാം. ഇത് അടയ്ക്കാം. 2 ബ്ലോക്ക് വിട്ട് വിട്ട് വരണം. 1 2 എന്നിട്ട് ഇവിടെ വരുന്നു വരണം. ഇവിടെ വിട്ട് നമ്മള് ഇവിടെ ഒന്ന് വെച്ച്. ഓക്കെ, ഓക്കെ. ഈ ട്രീ ഫാം ഇന്നൊന്ന് സെറ്റ് ചെയ്ത് കഴിയണം. ഞാൻ ഈ ട്രീ ഫാം ഒന്ന് സെറ്റ് ചെയ്യാം. അനീസ് നമ്മൾ മൊത്തം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ട്രീ ഒരു സമയത്ത് നടാൻ പറ്റും. ഓക്കെ, ഇപ്പൊ തന്നെ കുറച്ച് കൊണ്ടുപോയി നടാം. ഇവിടെ വെച്ചും പൂക്കും മാത്രമേ ഉള്ളൂ. അത് ഉള്ള അത്രയും കൊണ്ട് നടാം. 1 2 3 1. ഓക്കെ, ഇത്രയാണുള്ളത്. ഉള്ള അത്ര നട്ട് പിന്നെ നമുക്ക് കുറച്ച് പ്ലാങ് ഇങ്ങോട്ട് എടുത്ത് കുറച്ച് സ്റ്റിക്സ് ആക്കിയിട്ട് കുറച്ചും കൂടെ ഫേൺസ് ഉണ്ടാക്കണം. ഇതിനെ ചുറ്റിച്ച് വെക്കണം. ഇത് തുറന്നേ, ഡേർട്ട് അല്ലേ അല്ല, അത് കത്തരുത്. കത്താത്ത ഇതും കൂടെ ഡേർട്ട് ഉള്ളു. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് അല്ല, ഇവിടെ ഈ സൈഡിൽ നമുക്ക് അപ്പൊ വീട് പണിയാം. ഇവിടെ വന്ന് ഇത് മൈൻഡ് ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി കുഴപ്പമില്ല, കീപ്പ് ഇൻവെന്ററി ഉണ്ടെന്ന് പറയാം. ഓക്കെ, അവിടെ ഇപ്പൊ കാണാൻ നല്ല ബെനേക്കുണ്ട് വീട്. ഓടിച്ചു കയറാൻ വീടിനകത്തോട്ട്. ഓക്കെ, വീടെത്തി. അപ്പൊ ഇതിന്റെ അകത്തെ ചത്ത ഫോണകത്തോളൂ. ഓക്കെ, അതപ്പോ കുഴിവര് പോയിട്ടുണ്ട്, പേടിക്കണ്ട. ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് ഇതുവഴി അടിയിലോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് ഒരു ബ്ലോക്കും കൂടെ കൊണ്ടുവന്ന് മേളിലോട്ട് കയറാം.
അപ്പൊ ഇതാണ് പിന്നെ വരുന്നത്. അടിയിലാണെങ്കിൽ ബ്ലോക്ക് വെച്ച ഇത് വെള്ളം അടക്കം പൊട്ടിക്കണം. ഇതും പൊട്ടിക്കാം. ഇത് കഴിഞ്ഞ് ഇവിടെ ആണെങ്കിൽ ഒരു സ്റ്റെയർ വിട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഭാഗത്തിനാവും. എന്നിട്ട് സൈഡും കൂടെ കവർ ചെയ്ത ഓക്കെ. ഇതെന്റെ ഇല്ലേ നോക്കട്ടെ. ഇപ്പൊ ഞാൻ അടുത്ത് വെച്ചായിരുന്നല്ലോ. ഓക്കെ നോക്കട്ടെ. ഇച്ചിരി ഫെൻസ് ബാക്കിയുണ്ടോ? ഇല്ല. കുറച്ച് ഫെൻസ് കൊണ്ട് ഉണ്ടാക്കാം. അങ്ങനെയാണ്. മൂന്നെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്കെ ഒരു കുഴി ഇല്ല. ഞാൻ പെടുന്ന കുഴി ഉണ്ടെന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിയിലോട്ട് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഇതും പൊട്ടിച്ച് ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇത് ഒരടി താഴോട്ടാക്കി ആക്കിയിട്ട് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഇത് പിടിച്ചിട്ട് അവിടെ വെച്ച് നോക്കിയാ ഇറങ്ങാൻ പറ്റും. എന്നാ ഇറങ്ങാൻ പറ്റും. എന്നാ ഇവിടെ കൂടെ ഒരു ബ്ലോക്ക് വെക്കണം. ഒന്നല്ല, കുറച്ച് ബ്ലോക്ക് ഇവിടെ കൂടെ വെച്ച് ഇതും കൂടെ കവർ ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ലത്. ഇത്ര മതി. നമുക്ക് എന്നിട്ട് ഇവിടെ വന്നിരുന്ന് മൈൻഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഇന്നങ്ങ് മൈൻഡ് ചെയ്താൽ മതി. ഇവിടുന്ന് ബ്ലോക്കും കയ്യിലോട്ടെത്തും. ഇവിടുന്ന് റീച്ചും ആവും. ഓക്കെ, അപ്പൊ ഇവിടെ അപ്പൊ അങ്ങനെയും കൂടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്ത് നിന്ന് സുഖമായിട്ട് മൈൻഡ് ചെയ്യാം. ഓക്കെ, അടുത്ത നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു സ്റ്റോൺ ജനറേറ്റർ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് അപ്പൊ നിങ്ങളിഞ്ഞ് പോയിട്ട് നാളെ ഞാൻ അപ്പോഴത്തേക്ക് പറ്റുന്ന അത്രയും ഗ്രൈൻഡ് ചെയ്ത് വെക്കാം.